മിഡിൽ ഈസ്റ്റിലെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻ വർദ്ധിക്കുകയും നിഫ്റ്റിയിൽ വീക്ക് ടെക്നിക്കൽസ് ഫോം ചെയ്യുന്നതും മൂലം വരുന്ന ആഴ്ചയും മാർക്കറ്റ് കറക്റ്റ് ആകാൻ സാധ്യതയുണ്ടെന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. 26,277 എന്ന ഓൾ ടൈം ഹൈയിൽ നിന്നും നിഫ്റ്റി 25,797 എന്ന ലെവലിലേക്ക് ഇടിഞ്ഞു കഴിഞ്ഞു. വരും സമയങ്ങളിലും സെല്ലിംഗ് പ്രഷർ നിലനിൽക്കുകയാണെങ്കിൽ ഇൻഡെക്സ് 25,550, 25,600 തുടങ്ങിയ സോണുകളിലേക്ക് ഇടിയാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ മാർക്കറ്റിലെ സെല്ലിംഗ് തന്നെയാണ് ഇൻഡെക്സ് ഇടിയുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി പ്രവർത്തിക്കുന്നത്. ഇന്ത്യൻ മാർക്കറ്റുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ചൈനയുടെ മാർക്കറ്റ് അട്രാക്റ്റീവ് വാല്യുവേഷനിൽ ലഭിക്കുന്നത് മൂലം ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തുകയും ചൈനീസ് മാർക്കറ്റിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് നടത്തുന്നത് ഹൈ നെറ്റ്വർത്ത് ഇൻഡിവിജ്വൽസിനെയും മാർക്കറ്റിൽ നിന്നും അകറ്റി നിർത്തുന്നു. ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ബൈയിങ് തന്നെയാണ് മാർക്കറ്റിനെ ഇപ്പോഴും ഈ ലെവലുകളിൽ നിലനിൽക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഇൻഡെക്സ് ഫ്യൂച്ചർ റേഷ്യോ നോക്കുകയാണെങ്കിൽ ലോങ് ഷോട്ട് 80:20 എന്ന ലെവലിലേക്ക് എത്തിയിട്ടുണ്ട്. ഇത് മാർക്കറ്റ് ഓവർബോട്ട് സോണിലെത്തി എന്നുള്ള സൂചനയാണ് നൽകുന്നത്. കൂടാതെ നിഫ്റ്റിയുടെ മന്ത്ലി RSI നോക്കുകയാണെങ്കിലും ഹിസ്റ്റോറിക് വാല്യുവേഷനും മുകളിലാണ് ഇൻഡെക്സ് ട്രേഡ് ചെയ്യുന്നത്. ഇത് രണ്ടും മാർക്കറ്റ് ഓവർബോട്ടിൽ സോണിലെത്തി എന്നുള്ള സൂചന നൽകുന്നു. ഇതിൻ്റെ പശ്ചാത്തലത്തിലും മാർക്കറ്റിൽ പ്രോഫിറ്റ് ബുക്കിംഗ് നടക്കുന്നു. ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് ഇപ്പോഴും ബൈ ഓൺ ഡിപ്പ് സ്ട്രാറ്റജി അനുസരിച്ച് ബൈ ചെയ്യാം എന്നാണ് പല അനലിസ്റ്റുകളും പറയുന്നത്. പ്രത്യേകിച്ചും ഷുഗർ, കെമിക്കൽ പോലുള്ള സെക്ടറുകളിൽ ലോങ് ബിൽഡപ്പ് ഫോം ചെയ്യുന്ന സാഹചര്യത്തിൽ. അതേസമയം ബാങ്കിങ്, ഫിനാൻസ്, സിമൻറ്റ്, ഓട്ടോമൊബൈൽ തുടങ്ങിയ സെക്ടറുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വരാനുള്ള സാധ്യതയുമുണ്ട്. ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം 25,550, 25,650 തുടങ്ങിയ സോണുകൾ പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. ഈ സപ്പോർട്ട് നഷ്ടമായാൽ ഇൻഡെക്സ് 25,350 വരെ ഇടിയാനും സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സിൻ്റെ ഇന്ത്യൻ മാർക്കറ്റിലെ ബൈയിങ് ഗ്ലോബൽ മാർക്കറ്റ് ട്രെൻഡിനെയും വോളറ്റിലിറ്റി ഇൻഡെക്സിനെയും ആശ്രയിച്ചിരിക്കും. ഗ്ലോബൽ മാർക്കറ്റ് വീക്ക് ആവുകയാണെങ്കിൽ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സും ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് നടത്താൻ സാധ്യതയുണ്ട്. ബ്രന്റ് ക്രൂഡിൻ്റെ വിലയും ഗോൾഡിൻ്റെ പ്രൈസും ഒരു ക്രൂഷ്യൽ ഫാക്ടറായി മാറുകയും ചെയ്തു. കഴിഞ്ഞ ദിവസം സെബി പരിഷ്കരിച്ച പുതിയ എഫ് റൂളിന് മുകളിലുള്ള മാർക്കറ്റ് റിയാക്ഷനും ഇന്നത്തെ ദിവസം മാർക്കറ്റിൽ പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ ബ്രന്റ് ക്രൂഡിൻ്റെ വില $85 പെർ ബാരലിന് മുകളിലേക്ക് എത്തുകയാണെങ്കിൽ മാർക്കറ്റ് 15% കറക്റ്റ് ആകാൻ സാധ്യതയുണ്ടെന്ന് അനലിസ്റ്റുകൾ പറയുന്നു. ബ്രന്റ് ക്രൂഡിൻ്റെ വില ഉയരുന്നത് പെയിൻറ്റ് സെക്ടറിലെ സ്റ്റോക്കുകളെ സംബന്ധിക്കുന്ന ഒരു നെഗറ്റീവ് അപ്ഡേറ്റ് കൂടിയാണ്. ഏഷ്യൻ പെയിൻറ്റ് പോലുള്ള സ്റ്റോക്കുകളെ ഈ സാഹചര്യത്തിൽ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. കഴിഞ്ഞ ദിവസം ഏഷ്യൻ പെയിൻറ്റ് 1.6% ഇടിഞ്ഞ് 3,275 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകുകയും ചെയ്തു. മാക്വറിയും മോർഗൻ സ്റ്റാൻലിയും പുറത്തുവിട്ട റിപ്പോർട്ടിലും പറയുന്നത് പെയിൻറ്റ് സെക്ടറിലെ കമ്പനികളുടെ പെർഫോമൻസ് ഇപ്രാവശ്യം മോശമായിരിക്കും. Q2 വീക്ക് ഡിമാൻഡാണ് പെയിൻറ്റ് സെക്ടറിലെ കമ്പനികൾ ഫേസ് ചെയ്ത ഒരു പ്രധാന പ്രോബ്ലം. ഇതിൻ്റെ പശ്ചാത്തലത്തിൽ ഏഷ്യൻ പെയിൻറ്റ്, ബർജർ പെയിൻറ്റ്, കൻസായി നാരോലാക് തുടങ്ങിയ പെയിൻറ്റ് കമ്പനികളുടെ ട്രെൻഡ് നെഗറ്റീവ് സൈഡിലാണ്. കൂടാതെ ഇറാറ്റിക് മൺസൂൺ പാറ്റേൺ പെയിൻറ്റ് സെഗ്മെൻറ്റിനെ വളരെ പ്രതികൂലമായി ബാധിച്ചിട്ടുണ്ട്. പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് പോലുള്ള കമ്പനികൾക്ക് ഇൻപുട്ട് കോസ്റ്റിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുന്നത് കൊണ്ട് ഈ സ്റ്റോക്ക് ഡീസൻ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചേക്കാം. പിഡിലൈറ്റ് ഇൻഡസ്ട്രീസ് ഒഴികെ മറ്റുള്ള പെയിൻറ്റ് സെക്ടറിലെ കമ്പനികളൊക്കെ അണ്ടർ പെർഫോം ചെയ്യാനാണ് സാധ്യത എന്നാണ് മാക്വറിയുടെ റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ ബ്രന്റ് ക്രൂഡിൻ്റെ വില ഉയരുന്നതിൻ്റെ ഇമ്പാക്റ്റും പെയിൻറ്റ് സെക്ടറിൽ പ്രതിഫലിക്കാൻ സാധ്യതയുണ്ട്. ഇസ്രായേൽ-ഇറാൻ സംഘർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ ബ്രന്റ് ക്രൂഡിൻ്റെ വില 3.3% ഉയർന്ന് $75.98 പെർ ബാരൽ എന്ന ലെവലിലേക്ക് എത്തുകയും ചെയ്തു. ഏഷ്യൻ പെയിൻറ്റിനെ സംബന്ധിച്ചിടത്തോളം 3,200 ഒരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കും. 3,200 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ 3,050 ആയിരിക്കും മറ്റൊരു പ്രധാന സപ്പോർട്ടായി പ്രവർത്തിക്കുക. രണ്ടാമത്തെ അപ്ഡേറ്റ് കോൾ ഇന്ത്യ ലിമിറ്റഡുമായി ബന്ധപ്പെട്ടത്. കഴിഞ്ഞ ദിവസം കോൾ ഇന്ത്യ 0.32% ഇടിഞ്ഞ് 508 രൂപയ്ക്കടുത്ത് ക്ലോസിംഗ് നൽകി. 52 വീക്ക് ഹൈ 543, 52 വീക്ക് ലോ 283. 6 മാസം കൊണ്ട് സ്റ്റോക്ക് 14% റിട്ടേണാണ് നൽകിയത്. കോൾ ഇന്ത്യയുടെ കോൾ പ്രൊഡക്ഷൻ 1% ഇടിഞ്ഞു എന്നുള്ളതാണ് കോൾ ഇന്ത്യയെ സംബന്ധിച്ച പ്രധാന അപ്ഡേറ്റ്. Q2 ബിസിനസ് അപ്ഡേറ്റിൽ കഴിഞ്ഞ വർഷത്തെ സെപ്റ്റംബർ ക്വാർട്ടറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കോൾ പ്രൊഡക്ഷൻ 1% ഇടിഞ്ഞിട്ടുണ്ട്. 54.4 മില്യൺ ടണ്ണിൽ നിന്നും 50.9 മില്യൺ ടണ്ണിലേക്കാണ് കോൾ പ്രൊഡക്ഷൻ ഇടിഞ്ഞിരിക്കുന്നത്. കൂടാതെ അതേസമയം ഹാഫ് ഇയർലി പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ കോൾ പ്രൊഡക്ഷൻ 332.9 മില്യൺ ടണ്ണിൽ നിന്നും 341.3 മില്യൺ ടണ്ണായി വർദ്ധിച്ചിട്ടുണ്ട്. കോൾ ഓഫ് ടേക്ക്
360.6 മില്യൺ ടണ്ണിൽ നിന്നും 366.6 മില്യൺ ടണ്ണായി ഉയർന്നിട്ടുണ്ട്. ഇനി 2024 ഫിനാൻഷ്യൽ ഇയറുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 2025 ഫിനാൻഷ്യൽ ഇയറിൽ കോൾ പ്രൊഡക്ഷൻ ഉയരാനാണ് സാധ്യത. 2024 ഫിനാൻഷ്യൽ ഇയറിൽ കോൾ പ്രൊഡക്ഷൻ 10% വർദ്ധിച്ച് 773.36 മില്യൺ ടണ്ണായി രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. കോൾ ഇന്ത്യ എന്ന സ്റ്റോക്ക് കഴിഞ്ഞ ഒരു വർഷം കൊണ്ട് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചു. സ്റ്റോക്ക് ഒരു വർഷം കൊണ്ട് 72% അടുത്ത റിട്ടേണും എയർടെൽ ഡേറ്റിൽ 32% അടുത്ത റിട്ടേണുമാണ് നൽകിയത്. റീസെൻ്റ്ലി PSU സെക്ടറിലെ പല കമ്പനികളും അണ്ടർ പെർഫോം ചെയ്യുകയാണ്. ഈ സാഹചര്യത്തിൽ കോൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് നെഗറ്റീവ് ന്യൂസുകൾ വരികയാണെങ്കിൽ സ്റ്റോക്ക് കറക്റ്റ് ആകാനുള്ള പോസിബിലിറ്റി കൂടും. 26 അനലിസ്റ്റുകളിൽ 19 അനലിസ്റ്റുകളും സ്റ്റോക്കിന് ബൈ എന്ന റേറ്റിംഗും 4 അനലിസ്റ്റുകൾ ഹോൾഡ് എന്ന റേറ്റിംഗും 3 അനലിസ്റ്റുകൾ സെൽ എന്ന റേറ്റിംഗുമാണ് നൽകിയിരിക്കുന്നത്. കോൾ ഇന്ത്യ എന്ന സ്റ്റോക്കിനെ സംബന്ധിച്ചിടത്തോളം 500 പ്രധാനപ്പെട്ട സൈക്കോളജിക്കൽ സപ്പോർട്ടും 480 സ്റ്റോക്കിൻ്റെ സ്ട്രോങ് സപ്പോർട്ടുമാണ്. 480 എന്ന സപ്പോർട്ട് നഷ്ടമായാൽ സ്റ്റോക്ക് ചിലപ്പോൾ ബിയറിഷ് സൈഡിലേക്ക് നീങ്ങാനുള്ള സാധ്യത കൂടുതലാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്